നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വടക്കേ മലബാറിലെ പൂര മഹോത്സവത്തിന് സമാപനം. പൂരം കുളിച്ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. പരീക്ഷാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് പരുന്ത് കൊത്തിക്കൊണ്ടുപോയി. കാസർഗോഡ് GUP സ്കൂളിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിനിടെയാണ് സംഭവം. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും നടന്നു. തേൽ ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പും മൺപാത്രവും തിളക്കുന്ന ചെമ്പുപാത്രത്തിലേക്ക് ഇറക്കി ഉള്ളിക്കറി തയ്യാറാക്കൽ പാചക രീതിയിലെ വേറിട്ട കാഴ്ചയാണ്. പൂരോത്സവത്തിന്റെ ഭാഗമായി കാസർഗോട്ടെ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ കറി തയ്യാറാക്കുന്നത്. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. തായന്നൂർ കുഴിക്കോൽ കരിഞ്ചാമുണ്ടിയമ്മ എടേമിന്ന തറവാട്ടിലെ തേംകെട്ട് മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. വാർത്തകൾ വിശദമായി. വടക്കേ മലബാറിലെ പൂര മഹോത്സവത്തിന് സമാപനമായി. പൂരം കുളിച്ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. ഉത്തര കേരളത്തിലെ രണ്ടാമത്തെ വസന്തോത്സവമാണ് പൂരോത്സവം. മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം നക്ഷത്രം വരെയുള്ള ദിവസങ്ങളിലാണ് പൂരോത്സവം കൊണ്ടാടാറുള്ളത്. ഋതുമതിയാവാത്ത പെൺകുട്ടികൾ ഈ ദിവസങ്ങളിൽ വ്രതം നോറ്റ് കാമദേവനെ പൂജിച്ചു വരുന്നു. പൂരോത്സവത്തിന്റെ പൂരം നാളിലാണ് കാമനെ അയക്കൽ ചടങ്ങ് നടക്കാറുള്ളത്. കാമന് നിവേദിക്കാൻ പൂരക്കഞ്ഞിയുണ്ടാക്കും. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരം കുളിച്ചടങ്ങ് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് നടന്നത്. ക്ഷേത്രസ്ഥാനികരുടെ കാർമ്മികത്വത്തിലാണ് പൂരം കുളി ചടങ്ങുകൾ നടന്നത്. ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ നിരവധി ആളുകളാണ് പൂരം കുളി ചടങ്ങ് ദർശിക്കാനായി ദേവസ്ഥാന സന്നിധിയിലേക്ക് എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പരീക്ഷാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് പരുന്ത് കൊത്തിക്കൊണ്ടുപോയി. കാസർഗോഡ് GUP സ്കൂളിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിനിടെയാണ് സംഭവം. രാവിലെ 7:30 ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ നടക്കേണ്ടിയിരുന്നത്. 7 മണിക്ക് തന്നെ പരീക്ഷാർത്ഥികൾ ക്ലാസുകളിൽ എത്തിയിരുന്നു. ഇതിനിടയിലാണ് പരുന്ത് പരീക്ഷാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് കൊത്തിക്കൊണ്ടുപോയത്. കെട്ടിടത്തിന് മുകളിൽ ഹാൾ ടിക്കറ്റുമായി പരുന്തിരിക്കുകയും ചെയ്തതോടെ പരീക്ഷാർത്ഥിക്ക് എന്തു ചെയ്യണമെന്നറിയാതായി. 300ഓളം പേർ പരീക്ഷയ്ക്കായി എത്തിയിരുന്നു. ഇവർ ബഹളം വെച്ചിട്ടും പരുന്തിന് കുലുക്കമില്ല. എന്നാൽ പരീക്ഷ എഴുതാൻ കഴിയില്ലെന്ന പരീക്ഷാർത്ഥിയുടെ വിഷമം കണ്ടിട്ടാകണം പരുന്തിന്റെ സ്നേഹപ്രകടനം. അവസാന ബെല്ലിന് തൊട്ടുമുന്നേ ഹാൾ ടിക്കറ്റ് താഴേക്കിട്ട് പരുന്ത് പറന്നുപോയി. പരീക്ഷാർത്ഥി പരീക്ഷ എഴുതി മടങ്ങുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും നടന്നു. കേരളത്തിലെ പ്രാചീനോത്സവങ്ങളിലൊന്നാണ് പൂരോത്സവം. മൂഷിക രാജ്യത്തെ പ്രത്യേകിച്ച് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഭഗവതിക്കാവുകളിൽ മീനമാസത്തിലെ കാർത്തിക മുതൽ പൂരം വരെയുള്ള 9 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന അനുഷ്ഠാന കലാവിശേഷമാണ് പൂരക്കളി. കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഏത് പ്രായത്തിലുള്ളവരും പൂരക്കളിയിൽ പങ്കെടുക്കാറുണ്ട്. രാമായണത്തിൽ നിന്നും മഹാഭാരതത്തിൽ നിന്നുമുള്ള കഥകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ് പൂരക്കളിയിൽ ഉപയോഗിക്കുന്ന പാട്ടുകൾ.
കത്തിച്ചുവെച്ച വിളക്കിന് ചുറ്റുമാണ് പൂരക്കളി നടത്തുന്നത്. സംഘത്തലവനായ പണിക്കർ പാടുന്ന വരികൾ ബാക്കി പൂരക്കളിക്കാർ ഏറ്റുപാടും. ഇതല്ലാതെ മറ്റ് അകമ്പടി പാട്ടുകാരോ വാദ്യക്കാരോ ഉണ്ടായിരിക്കില്ല. കളരിപ്പയറ്റിലെ ചുവടുകളോടുള്ള സാമ്യമുള്ള പൂരക്കളി ദീർഘകാലത്തെ പരിശീലനത്തിലൂടെയാണ് സ്വായത്തമാക്കുന്നത്. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും നടന്നു. അടോട്ട് പഴയ സ്ഥാനത്തെ പ്രതിനിധീകരിച്ച് രാജേഷ് പണിക്കർ അണ്ടോളും, കണ്ടോത്ത് ശ്രീ കുറുമ്പ ഭഗവതി ക്ഷേത്രത്തെ പ്രതിനിധീകരിച്ച് പവിത്രൻ പണിക്കർ പിലിക്കോടും മറത്തുകളിയിൽ ഇരു പൂരക്കളി സംഘങ്ങളെയും നയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തീയിൽ ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പും മൺപാത്രവും തിളക്കുന്ന ചെമ്പ് പാത്രത്തിലേക്ക് ഇറക്കി ഉള്ളിക്കറി തയ്യാറാക്കൽ പാചകരീതിയിലെ വേറിട്ട കാഴ്ചയാണ്. പൂരോത്സവത്തിന്റെ ഭാഗമായി കാസർഗോട്ടെ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ കറി തയ്യാറാക്കുന്നത്. ഔഷധ ഗുണമുള്ള ഉള്ളിക്കറി തയ്യാറാക്കി ഭക്ഷണമൊരുക്കൽ പൂരക്കളി നടക്കുന്ന ക്ഷേത്രങ്ങളിൽ പ്രധാനമാണ്. എന്നാൽ ഇത് തയ്യാറാക്കുന്നതിലെ സവിശേഷതകൾ ആരെയും ആകർഷിക്കും. മണിക്കൂറുകളോളം തീയിൽ വെച്ച് ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പും മൺപാത്രവും ഉള്ളിക്കറിയിലേക്ക് ഇറക്കുക എന്നത് പാരമ്പര്യ രീതിയാണ്. ഇവ കറിയിലേക്ക് ഇറക്കുമ്പോൾ ഉള്ളിക്കറി നന്നായി തിളച്ച് രുചി വർദ്ധിക്കുന്നുവെന്ന് ഇത് തയ്യാറാക്കുന്നവർ പറഞ്ഞു. നീലേശ്വരം നാഗച്ചേരി ഭഗവതി സ്ഥാനത്ത് ഉള്ളിക്കറി തയ്യാറാക്കുന്നതിന്റെ ദൃശ്യങ്ങളാണിത്. അതായത് ഉള്ളിക്കറിയിലേക്ക് ചട്ടി വെക്കുന്നതെന്ന് വെച്ചാൽ ഇത് തിളക്കൂല. ഒരു തിളക്കുമെന്ന് വെച്ചാൽ എത്ര കത്തിച്ചാലും അടിക്ക് പിടിക്കുന്നില്ല. തിളക്കുന്ന ചേട്ടൻ നന്ന കുറവാണ്. അത് ഓരോ വിദ്യാന്മാർ തിളക്കെന്ന് പറയും, എന്നാലും തിളക്കൂല. അതിന് അടുപ്പിൽ ഈ ചെമ്പ് പാത്രം തീമാക്കുമ്പോൾ തന്നെ ഒരു ഇരുമ്പ് തണ്ടോ അതേപോലെ തന്നെ മങ്ങണോ അത് ഈ അടുപ്പിൻ്റെ അടിയിൽ വെച്ച് അതിൻ്റെ ചുറ്റും കത്തിച്ചിട്ടാണ് ഇതിനെ കൂട്ടുന്നത്. ഇതിൻ്റെ കൂട്ടുകയെന്ന് പറഞ്ഞാൽ ചെമ്പ് പാത്രം തീമാക്കണം. അതിൽ ഒഴിക്കേണ്ട വെള്ളം പച്ചവെള്ളം ചൂടുവെള്ളം ഒഴിക്കില്ല. ഈ ചോറുണ്ടാക്കിയ വെള്ളം, കഞ്ഞിവെള്ളം, അത് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം പിന്നെ അരിപ്പൊടിയും മറ്റേ മുതിരപ്പൊടിയും അത് സമാസമം അത് ഒരുപോലെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിക്കും. ഇതിലേക്ക് ഒഴിച്ച് അതിൻ്റെ ഒരുവിധം നല്ല ശരിക്കും ചൂടായി എന്ന് പറയുമ്പോൾ തന്നെ ഉള്ളി, അതായത് വെളുത്തുള്ളി, അത് മിക്സിയിൽ കടഞ്ഞിട്ട് അത് എത്ര വേണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കടഞ്ഞെടുത്ത് ഇതിലേക്ക് തുണിയിൽ വെച്ച് പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരാണ് കൂട്ടുന്നത്. അതിൻ്റെ സത്ത് ചട്ടി വെക്കുമ്പോൾ എന്ന് വെച്ചാൽ തിളക്കാതെ കറിയിൽ ഈ പതക്കുന്ന, അതായത് ഈ കനലിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു കഴിഞ്ഞ് ഈ ചട്ടി മെല്ലെ ഈ കറിയിലേക്ക് ഇറക്കും. അപ്പോൾ തന്നെ ഈ കറി ശരിക്കും പൊട്ടി തിളക്കാൻ തുടങ്ങും. ആ തിളക്കുമ്പോൾ കറി ആയി എന്നാണ് ഒരു വിശ്വാസം. രുചി മൺചട്ടി ആയതുകൊണ്ട് ഡബിൾ രുചി കിട്ടുന്നല്ല ഒരു വിശ്വാസമുണ്ട്. ബാക്കിയെല്ലാം ദേവി നോക്കും. പൂരോത്സവ കാലത്ത് മാത്രമാണ് പാചകകലയിലെ ഈ വേറിട്ട രീതി. കഞ്ഞിവെള്ളവും അരിപ്പൊടിയും മുതിരയും തേങ്ങാപ്പാലും ചേർത്ത് അതിലേക്ക് വെളുത്തുള്ളി നീര് പിഴിഞ്ഞൊഴിച്ചാണ് കറി തയ്യാറാക്കുന്നത്. ഓരോ പൂരോത്സവവും ഉള്ളിക്കറിയുടെ രുചി തലമുറകളിലേക്ക് പകരുകയാണ്. നീലേശ്വരം, ചെറുവത്തൂർ, കയ്യൂർ, പോടോത്തുരുത്തി തുടങ്ങിയ സ്ഥലങ്ങളിലെ ക്ഷേത്രങ്ങളിലാണ് ഉള്ളിക്കറി തയ്യാറാക്കുന്നതിലെ ഇത്തരം പാരമ്പര്യ രീതികൾ തുടരുന്നത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കോളേജിന്റെ സെമിനാർ ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. 30 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഡോക്ടർ ഷാഹുൽ ഹമീദ് കേക്കാണ് യാത്രയപ്പ് ഒരുക്കിയത്. CH കുഞ്ഞമ്പു MLA ഉദ്ഘാടനം നിർവഹിച്ചു. എൻ്റെ പാർട്ടി എന്നോട് പറയില്ല, പാർട്ടി പറയുന്നത് ഞാൻ പാർട്ടി പറയും. പക്ഷേ മാത്തമാറ്റിക്സ് എന്നത്
ഏറ്റവും ബുദ്ധിയുള്ള കുട്ടികൾ ചെയ്യുന്ന ശ്രദ്ധിക്കാം. അപ്പോൾ ബൈപ്പുറത്ത് നമ്മുടെ ഈ രണ്ടുപേരും പ്രത്യേകതയാണ് മാത്തമാറ്റിക്സാണ്. രണ്ടാമത് നമ്മുടെ കോമ്പറ്റീഷൻ. മാത്തമാറ്റിക്സിലെ ഒരു അധ്യാപകനാണ് അത് ബൈപ്പുറത്ത് തന്നെ കിട്ടുന്നു. അത് നമ്മുടെ ശാസ്ത്രത്തിൽ മാറ്റം. പക്ഷെ അദ്ദേഹം അവസാനം പോകുമ്പോൾ അത് പഠിപ്പിക്കാനല്ല, സബ്ജക്റ്റ് കുട്ടികൾ വിദ്യാർത്ഥികളുടെ മാറ്റം ഇല്ലല്ലോ. ഇത് മാത്തമാറ്റിക്സിലല്ല, മാറ്റം അതിനുശേഷം മാത്രമാണ്. പക്ഷെ അപ്പോഴും നല്ല ബ്രെയിനിലുള്ള ബുദ്ധിയുള്ള എൻ്റെ മാത്തമാറ്റിക്സ് അറിയില്ല. അത് പരിഗ്രഹമായിട്ടുള്ളതാണ്. അത് അദ്ദേഹം നന്നായി മാത്തമാറ്റിക്സ് കൊണ്ടുവരുന്നുണ്ട്. മാത്തമാറ്റിക്സിൻ്റെതായ സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് മറ്റധ്യാപകന്മാർക്ക് ആവശ്യമായ പരിശീലനം കാര്യങ്ങളുണ്ട്. അധ്യാപകരുടെ മാത്രം. വൈസ് പ്രിൻസിപ്പൽ വിനോയ് ജോസഫ് അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ ജെർമിന കെ എ പുസ്തക പ്രകാശനം നിർവഹിച്ചു. പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ, 10ാം വാർഡ് മെമ്പർ റീജ രാജേഷ് എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ടി വിനയൻ, വി വി സുകുമാരൻ, ഡോക്ടർ മകേഷ് കെ ജി, നീനു സുരേഷ്, കൃഷ്ണകുമാർ പി പി എന്നിവർ ആശംസകളർപ്പിച്ച് സംസാരിച്ചു. പ്രൊഫസർ ഡോക്ടർ ഷാഹുൽ ഹമീദ് കെ മറുപടി പ്രസംഗം നടത്തി. PTA വൈസ് പ്രസിഡന്റ് കെ വേണുഗോപാലൻ സ്വാഗതവും സ്റ്റാഫ് ക്ലബ് സെക്രട്ടറി ശ്രീജിത്ത് എം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും. കണ്ണെഴുത്തുകോ പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ്. വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും. ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. തായന്നൂർ കുഴിക്കോൽ കരിഞ്ചാമുണ്ടിയമ്മ എടൈമിന്ന തറവാട്ടിലെ തെയ്യംകെട്ട് മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. കുഴിക്കോൽ എടൈമിന്ന തറവാട് തെയ്യംകെട്ട് മഹോത്സവത്തിന് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ് തുടക്കമായത്. 10, 11, 12 തീയതികളിലായാണ് മഹോത്സവം നടക്കുന്നത്. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. എണ്ണപ്പാറ ശ്രീ കരിഞ്ചാമുണ്ടിയമ്മ ദേവസ്ഥാനത്തു നിന്നുമാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്ര പുറപ്പെട്ടത്. വാദ്യമേളങ്ങളുടെയും മുത്തുകുടകളുടെയും അകമ്പടിയോടെ നിരവധി ആളുകളാണ് കലവറ നിറയ്ക്കൽ ഘോഷയാത്രയിൽ പങ്കാളികളായത്. തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ തെയ്യങ്ങൾ അരങ്ങിലെത്തും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തണ്ണോട്ട് മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെയും വിഷ്ണുമൂർത്തി വയൽക്കോല മഹോത്സവത്തിന്റെയും ഭാഗമായി മെഗാ തിരുവാതിര അരങ്ങേറി.
തണ്ണോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ബാലികമാരും വനിതകളും അമ്മമാരും അടങ്ങിയ 100-ൽ പരം ആളുകൾ മെഗാ തിരുവാതിരയിൽ അരങ്ങിലെത്തി. തണ്ണോട്ട് മഹാവിഷ്ണു ക്ഷേത്ര മഹോത്സവത്തിന്റെയും വിഷ്ണുമൂർത്തി വയൽക്കോല മഹോത്സവത്തിന്റെയും ഭാഗമായാണ് മെഗാ തിരുവാതിര അരങ്ങേറിയത്. തണ്ണോട്ടെയും പരിസര പ്രദേശങ്ങളിലെയും ബാലികമാരും വനിതകളും അമ്മമാരും അടങ്ങിയ 101 ആളുകൾ മെഗാ തിരുവാതിരയിൽ ചുവടുവെച്ചു. മെഗാ തിരുവാതിരയ്ക്ക് ബിജി മനോജ് തച്ചങ്ങാടാണ് പരിശീലനം നൽകിയത്. മെഗാ തിരുവാതിരയ്ക്ക് ശേഷം തിരുവാതിര പരിശീലിപ്പിച്ച പരിശീലകയെയും മറ്റുള്ളവരെയും ആദരിക്കുന്ന ചടങ്ങും നടന്നു. തുടർന്ന് ക്ഷേത്രത്തിൽ തിടമ്പ് എഴുന്നള്ളത്തും തിടമ്പ് നൃത്തവും നടന്നു. മഹോത്സവത്തിന്റെ ഭാഗമായി തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ കലാപരിപാടികളും വിഷ്ണുമൂർത്തിയുടെ പുറപ്പാടും അന്നദാനവും നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അജാനൂർ പഞ്ചായത്ത് 10-ാം വാർഡിലെ ആനന്ദാശ്രമം 4-ാം ബ്ലോക്ക് റോഡിന്റെ ഉദ്ഘാടനം നടന്നു. അജാനൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിൽ പുതുതായി നിർമ്മിച്ച ആനന്ദാശ്രമം 4-ാം ബ്ലോക്ക് റോഡ് ഉദ്ഘാടനം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സബീഷ് നിർവഹിച്ചു. നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി എല്ലാ വാർഡുകളിലും എല്ലാ വർഷവും പുതിയ റോഡ് നിർമ്മിക്കുന്നതിനാവശ്യമായ നിലയിലേക്കുള്ള പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. അത് ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം 2020 മുതൽ ഇങ്ങോട്ട് എടുത്ത് നോക്കിയാൽ ഏതാണ്ട് 140ഓളം പുതിയ റോഡുകൾ ഇവിടെ 10-ാം വാർഡിൽ തന്നെ ഇതിനു മുമ്പും ഇത്തരം റോഡുകൾ നമ്മൾ ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലയിലും പുതിയ റോഡുകൾ നിർമ്മിക്കണമെന്നത് നമ്മുടെ ഭരണസമിതിയുടെ തീരുമാനപ്രകാരം എല്ലാ വർഷവും നമ്മൾ പദ്ധതി വെച്ചുകൊണ്ട് ഈ പ്രവർത്തനം ഏറ്റെടുക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ പദ്ധതിയുടെ ഭാഗമായി CFC ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് 95 മീറ്റർ കോൺക്രീറ്റ് ഇവിടെ നിർവഹിച്ചിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ആനന്ദാശ്രമം ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ്. അത് പഞ്ചായത്ത് ആസ്തിയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഇവിടെ ഇങ്ങനെ റോഡ് നിർമ്മിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് വാർഡംഗം KR ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. മുൻ വാർഡംഗം പത്മനാഭൻ P, അശോകൻ രാംനഗർ, രാജൻ കാട്ടുകുളങ്ങര എന്നിവർ സംസാരിച്ചു. ഐശ്വര്യ രാംനഗർ സ്വാഗതവും വേലായുധൻ ആനന്ദാശ്രമം നന്ദിയും പറഞ്ഞു. തുടർന്ന് പ്രദേശവാസികൾക്കും നാട്ടുകാർക്കും മധുരപലഹാര വിതരണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാഞ്ഞങ്ങാട് അലാമിപ്പള്ളിക്ക് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. യാത്രക്കാരൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ബുധനാഴ്ച വൈകിട്ടോടെയാണ് സംഭവം. പുക ഉയരുന്നത് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർ പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നീലേശ്വരം നെടുങ്കണ്ടം സ്വദേശി മുഹമ്മദിനെയാണ് കാർ. കാഞ്ഞങ്ങാട് നിന്ന് നീലേശ്വരം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറിനാണ് തീപിടിച്ചത്. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വൻസൂർ ഹോസ്പിറ്റൽ
2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ and most modern operation theatre. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. Dedication, determination and divinity. കാഞ്ഞങ്ങാട് DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സ്പെഷ്യൽ ബിഗ് സെയിൽ ജനുവരി 10 മുതൽ ഫെബ്രുവരി 10 വരെ. മലബാറിന്റെ പ്രൗഢിക്ക് മാറ്റുകൂട്ടുന്ന ഉത്തര മലബാറിലെ ഏറ്റവും വലിയ ഫർണിച്ചർ ഷോറൂമായ DNG ഫർണിച്ചറിൽ ആനിവേഴ്സറി സെയിലിന്റെ ഭാഗമായി 50% വരെ ഡിസ്കൗണ്ട്. ഇഷ്ട ഫർണിച്ചർ തടസ്സങ്ങളില്ലാതെ വാങ്ങാൻ ഈസി EMI സൗകര്യം. പഴയ ബെഡ് മാറ്റി പുതിയത് വാങ്ങാൻ മെഗാ എക്സ്ചേഞ്ച് ഓഫർ. ഓരോ 10,000 രൂപയുടെ പർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ. ആനിവേഴ്സറി സ്പെഷ്യൽ ഗിവവേയിൽ പങ്കെടുക്കാൻ 9605858326 എന്ന വാട്സ്ആപ്പ് നമ്പറിൽ DNG എന്ന് മെസ്സേജ് ചെയ്യുക. നിർദ്ദേശങ്ങൾ പാലിക്കുക. 4ന്റെ നിറവിൽ നാടിതുവരെ കാണാത്ത തകർപ്പൻ ഓഫറുമായി DNG ഫർണിച്ചർ, കാഞ്ഞങ്ങാട്. വാർത്തകൾ തുടരുന്നു. തൃക്കരിപ്പൂരിലും പരിസരങ്ങളിലും ബുധനാഴ്ച രാത്രി വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ മുറിഞ്ഞ് നിരവധി വീടുകൾ തകരുകയും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. കക്കുന്നത്തെ കിഴക്കൻ കമലാക്ഷിയുടെ വീടിനു മുകളിൽ കവുങ്ങു മുറിഞ്ഞു വീണ് മേൽക്കൂര തകർന്നു. ബുധനാഴ്ച രാത്രി 8 മണിയോടെ വീശിയടിച്ച കാറ്റിലാണ് മരം മുറിഞ്ഞ് വീടിനു മുകളിലേക്ക് വീണത്. കമലാക്ഷിയും കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള വീട്ടുകാർ അടുക്കള ഭാഗത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവെയാണ് സംഭവം. വീടിന്റെ ഹാളിലേക്ക് ഓടും മരങ്ങളും തകർന്നു വീണു. 8 മണിക്ക് അമ്മ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിയെന്നാ വിചാരിച്ചിന്. അപ്പോഴത്തേക്ക് ആളിലെല്ലാം പൊട്ടി കങ്ങ് വീണിട്ടെല്ലാം ഉള്ളിലെല്ലാം വെള്ളം കയറി ഓടെല്ലാം പോയി. അമ്മ കുഞ്ഞുങ്ങൾ നമ്മയെല്ലാം അടുക്കള ഭാഗത്തായതുകൊണ്ട് രക്ഷപ്പെട്ടിന്. കക്കുന്നത്തെ ക്ഷീരകർഷക കിനേരി ശാന്തയുടെ വീടിന് മുകളിലേക്ക് കൂറ്റൻ തെങ്ങ് മുറിഞ്ഞു വീണു. വീടിനകത്തുണ്ടായിരുന്നവർക്ക് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് പിന്നിലെ തെങ്ങ് ശക്തമായ കാറ്റിൽ മുറിഞ്ഞ് വീടിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. സംഭവം നടക്കുമ്പോൾ ശാന്തയും മക്കളും വീടിനകത്തുണ്ടായിരുന്നെങ്കിലും ശബ്ദം കേട്ടപ്പോൾ പുറത്തിറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വീടിന് പിന്നിലെ റൂഫിംഗ് ഷീറ്റും പൈപ്പുകളും ഓടുകളും തകർന്നു. വിവിധ സ്ഥലങ്ങളിൽ കൃഷിനാശവും ഉണ്ടായി. വൾവക്കാട്ടെ വ്യാപാരിയും കർഷകനുമായ സപ്ന ലത്തീഫിന്റെ പച്ചക്കറി ഇനങ്ങളും ഡ്രാഗൺ ഫ്രൂട്ട് ചെടികളും കാറ്റിൽ നശിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. വിവിധ പദ്ധതികളിൽ 96 ലക്ഷം രൂപ ചിലവിൽ ചന്ദേര ഗവൺമെന്റ് UP സ്കൂളിനായി നിർമ്മിച്ച 6 ക്ലാസ് മുറികൾ ഉൾക്കൊള്ളുന്ന കെട്ടിട ഉദ്ഘാടനം സ്കൂളിന്റെ 111ാമത് വാർഷികാഘോഷവും ഏപ്രിൽ 12 നടക്കും. രാവിലെ 11 മണിക്ക് കേരള നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. ചന്ദേര ഗവൺമെന്റ് സ്കൂളിനായി കാസർഗോഡ് വികസന പാക്കേജിൽ 66 ലക്ഷം രൂപ ചിലവിട്ട് നിർമ്മിച്ച 4 ക്ലാസ് മുറികളും M രാജഗോപാലൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ 28 ലക്ഷം രൂപ ചിലവിൽ നിർമ്മിച്ച 2 ക്ലാസ് മുറികളും ഉൾക്കൊള്ളുന്നതാണ് പുതുതായി പണിത കെട്ടിടം. സ്കൂളിന്റെ വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയപ്പും നടക്കും. ഏപ്രിൽ 12 രാവിലെ 11 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ നിയമസഭാ സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്യും. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിക്കും. തുടർന്ന് പൂർവാധ്യാപിക വിദ്യാർത്ഥി സംഗമം നടക്കും. വൈകുന്നേരം 6 മണിക്ക് സാംസ്കാരിക സന്ധ്യയിൽ യാത്രയപ്പും നടക്കും. CM വിനയചന്ദ്രൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ ചന്ദേര സ്കൂൾ പ്രധാനാധ്യാപകൻ MV ചന്ദ്രൻ, PTA പ്രസിഡന്റ് C പ്രദീപൻ, VV നാരായണൻ, R വിനോദ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വായന വെളിച്ചം 2ാം ഘട്ടം തുടങ്ങി. പരിപാടിയുടെ ഭാഗമായി മുൻ സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ ബാലവേദി കുട്ടികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചു. അതിയാമ്പൂർ ബാലബോധിനി വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിൽ വായനാ വെളിച്ചം 2ാം ഘട്ടം ആരംഭിച്ചു. വായനാ വെളിച്ചം പരിപാടിയുടെ 2ാം ഘട്ടത്തിൽ കുട്ടികൾ വായനാനുഭവം പങ്കുവച്ചു. ബാലവേദി പ്രസിഡന്റ് M ദേവപ്രിയ അധ്യക്ഷത വഹിച്ചു. മുൻ ലൈബ്രറി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ കുട്ടികളുമായി മുഖാമുഖം നടത്തി. ഈ വായനാ വെളിച്ചം പരിപാടി എന്താണെന്നുള്ളത് മാഷ് പറഞ്ഞല്ലോ. വെക്കേഷൻ സമയത്ത്, സ്കൂൾ അടച്ച സമയത്ത് നമ്മൾ വെറുതെ കളിക്കണം, വെറുതെ കളിച്ച് മാത്രം സമയം കളഞ്ഞുകൂടാ. കളിക്കാനുള്ള സമയം തന്നെയാണ്, പക്ഷേ കളി മാത്രം പോരാ. ആ കളിക്കിടയിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വായന. ഇത് നമ്മുടെ ലൈബ്രറിയാണ്, ഗ്രന്ഥാലയമാണ്.
ഇവിടെ ഒരുപാട് പുസ്തകമുണ്ട് അല്ലേ, ഏതാണ്ട് 20,000-ഓളം പുസ്തകമുണ്ട്. അത് പലതും കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള പുസ്തകങ്ങളാണ്. ആ പുസ്തകങ്ങൾ ഓരോന്നും നിങ്ങൾ എടുത്ത് വായിക്കണം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നവർക്ക് കുറേ പുസ്തകം തന്നിട്ടുണ്ട്. വായിച്ചോ എല്ലാവരും? തന്ന പുസ്തകം ആരെങ്കിലും വായിച്ചോ? ഇവിടുന്ന് കഴിഞ്ഞ പ്രാവശ്യം എടുത്ത പുസ്തകം ആരെങ്കിലും വായിച്ചോ? വായിച്ച ആളൊന്ന് കൈവോക്കിയേ. വായിച്ച ആളുകൾ, ഇവിടുന്ന് എടുത്ത പുസ്തകം വായിച്ച ആൾ. മോളേത് പുസ്തകം വായിച്ച്? പേരെന്താ? പുസ്തകത്തിൻ്റെ പേരെന്താന്ന് പറയൂ. പുസ്തകത്തിൻ്റെ പേരെന്താ? മോൾ വായിച്ച പുസ്തകത്തിൻ്റെ പേര് ഇതാ കുറുക്കനും കൊക്കും. എത്ര കഥ വായിച്ചോ? ഇതിൽ നിന്ന് എല്ലാം വായിച്ചു. മോളോ ഏത് പുസ്തകം വായിച്ച്? പുസ്തകമേ ഓർമ്മയില്ലേ? അങ്ങനെ വായിച്ചിരുന്ന കാര്യം. മോള് വായിച്ചോ? എന്ത് വായിച്ച്? വയനാടൻ. വേറെ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? അപ്പം നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പിന്നെ ഏപ്രിൽ 9 അല്ലേ? 9 ദിവസം പോയി വെക്കേഷൻ്റെ. ഇനി ബാക്കിയുള്ള ദിവസവും വായിക്കണം. അപ്പോൾ പുസ്തകം കുറച്ച് കഴിഞ്ഞ പ്രാവശ്യം കിട്ടാത്തവർ പുസ്തകം ഇന്ന് എടുക്കണം. കുറച്ച് പുസ്തകം എടുക്കണം. വായിച്ച് വളരുക എന്നുള്ളതാണ് നമ്മുടെ സന്ദേശം. വായനയിലൂടെ പലതും അറിയാനുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. നമുക്ക് ആരും എഴുതി തള്ളാൻ കഴിയില്ല. അവനൊന്നും കഴിയില്ല, ഓക്കൊന്നും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അതിയാമ്പൂർ AKG സ്ക്വയറിൽ വെച്ച് നടന്ന അവലോകന യോഗത്തിൽ ബാലവേദി കൺവീനറായ വി ഗോപി, ഉഷാ വി നേതൃത്വം വഹിച്ചു. AK ആൽബർട്ട്, N ഗീത, B ഗംഗാധരൻ, K സുനിത എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മാസ്റ്റർ ഒപ്റ്റിക്കൽസ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. കാഞ്ഞങ്ങാട് മൗലവി ബുക്ക് സ്റ്റാളിന് സമീപത്തായാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. മാസ്റ്റർ ഒപ്റ്റിക്കൽസ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം ആരംഭിച്ചു. മൗലവി ബുക്ക് സ്റ്റാളിന് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. KMA പ്രസിഡന്റ് ആസിഫ് CK ഉദ്ഘാടനം നിർവഹിച്ചു. നിരവധി ആളുകൾ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടക്കേ മലബാറിലെ പൂര മഹോത്സവത്തിന് സമാപനം. പൂരം കുളിച്ചടങ്ങ് ഭക്തിയുടെ നിറവിൽ നടന്നു. പരീക്ഷാർത്ഥിയുടെ ഹാൾ ടിക്കറ്റ് പരുന്ത് കൊത്തിക്കൊണ്ടുപോയി. കാസർഗോഡ് GUP സ്കൂളിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരുടെ ഡിപ്പാർട്ട്മെന്റൽ ടെസ്റ്റിനിടെയാണ് സംഭവം. അടൂട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് പൂരോത്സവത്തിന്റെ ഭാഗമായി മറത്തുകളിയും പൂരക്കളിയും നടന്നു. തേൽ ചൂടാക്കി പഴുപ്പിച്ച ഇരുമ്പും മൺപാത്രവും തിളക്കുന്ന ചെമ്പുപാത്രത്തിലേക്ക് ഇറക്കി ഉള്ളിക്കറി തയ്യാറാക്കൽ പാചക രീതിയിലെ വേറിട്ട കാഴ്ചയാണ്. പൂരോത്സവത്തിന്റെ ഭാഗമായി കാസർഗോട്ടെ ക്ഷേത്രങ്ങളിലാണ് ഇത്തരത്തിൽ കറി തയ്യാറാക്കുന്നത്. ഉദുമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ യാത്രയപ്പ് സമ്മേളനം സംഘടിപ്പിച്ചു. കോളേജ് സെമിനാർ ഹാളിൽ വെച്ചാണ് ചടങ്ങ് നടന്നത്. തായന്നൂർ കുഴിക്കോൽ കരിഞ്ചാമുണ്ടിയമ്മ എടേമിന്ന തറവാട്ടിലെ തേംകെട്ട് മഹോത്സവത്തിന് തുടക്കമായി. മഹോത്സവത്തിന്റെ ഭാഗമായി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര എത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.